ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിലാണ് റോസ് അവന്യൂ കോടതിയുടെ നടപടി. ഓഗസ്റ്റ് 8 വരേക്കാണ് കസ്റ്റഡി നീട്ടിയത്. നടി കങ്കണ റണൌട്ടിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജിയിൽ കങ്കണയ്ക്ക് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ നോട്ടീസ്. തന്റെ നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസർ ക്രമവിരുദ്ധമായി തള്ളിയെന്നാരോപിച്ച് ലേഖ് നേഗി സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ്. തൃശൂർ പാലയൂരിൽ ശക്തമായ മിന്നൽ ചുഴലിയിൽ നാശനഷ്ടം. തെക്കൻ പാലയൂരിൽ ചക്കങ്കണ്ടം പ്രദേശത്ത് ഇന്നു പുലർച്ചെയുണ്ടായ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ചുഴലിയിൽ നിരവധി മരങ്ങളും പോസ്റ്റുകളും മതിലുകളും തകർന്നു. തൃശൂർ ഒറ്റപ്പിലാവ് തടയണ തകർന്നതോടെ കർഷകർ പ്രതിസന്ധിയിലായത് മുണ്ടകൻ കൃഷി നടത്തുന്ന കർഷകർ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് കർഷകരുടെ പരാതി. നിലമ്പൂരിൽ കുതിര വാഹനമിടിച്ച് ചത്തു. സ്വകാര്യ കമ്പനിയുടെ പാലുമായി വന്ന മിനി വാനാണ് കുതിരയെ ഇടിച്ചത്. മഴ കാരണമുണ്ടായ കാഴ്ച തടസ്സമാണ് അപകട കാരണം. അലഞ്ഞുതിരിഞ്ഞു നടന്ന കുതിരയാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം കടുങ്ങത്തുകുണ്ട് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞത് മീൻ കയറ്റി വന്ന ലോറി ആൽമരത്തിലിടിച്ച്. അപകടത്തിൽ ആളപായമില്ല. കണ്ണൂർ കടവത്തൂരിൽ മുളങ്കാട് നിർമ്മാണവുമായി കടവത്തൂർ PKM HSS സ്കൂളിലെ NSS യൂണിറ്റ്. വിവിധ സ്ഥലങ്ങളിലായി 500 മുളം തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമിട്ടത്. സംരംഭം പാരിസ്ഥിതിക കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ മുളയുടെ പ്രാധാന്യം ലക്ഷ്യമിട്ട്. പത്തനംതിട്ട ഇളമണ്ണൂരിൽ ലോറി അപകടം. നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ വീടുകളുടെ മതിലുകൾ തകർത്തു. പരിക്കേറ്റ ലോറി ജീവനക്കാർ ആശുപത്രിയിൽ. തൃശൂർ കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വിശുദ്ധ യാക്കോബ ശ്ലീഹയുടെ തിരുനാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസ് ചാലക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ഫാദർ ജോസ് എടക്കളത്തൂർ എന്നിവർ കാർമ്മികരായി. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നൽ സന്ദേശം നൽകി. തുടർന്ന് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മണ്ണാർക്കാട്ടെ AYF വനിതാ നേതാവ് ഷാഹിന ജീവനൊടുക്കിയ സംഭവത്തിൽ CPI നേതാവിനെതിരെ പരാതിയുമായി ഷാഹിനയുടെ ഭർത്താവ്. CPI ജില്ലാ സെക്രട്ടറിക്കാണ് പരാതി നൽകിയത്. നേതാവിന്റെ അമിതമായ ഇടപെടലിൽ ഷാഹിനയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായെന്നാണ് പരാതി. ഭർത്താവ് പോലീസിനും മൊഴി നൽകി. കണ്ണൂർ പാറാട് ചുഴലിക്കാറ്റിൽ തെങ്ങു കടപുഴകി വീണ് വൻ നാശനഷ്ടം. ഒന്തംപുറത്ത് വിനോദ് കുമാറിന്റെ വീടിന് മുകളിലാണ് തെങ്ങ് കടപുഴകി വീണത്. കനത്ത മഴയെ തുടർന്ന് മഹാരാഷ്ട്രയിലും പൂനെയിലും കോലാപൂരിലും വെള്ളപ്പൊക്കത്തെ തുടർന്ന് സ്കൂളുകൾ അടച്ചു. വെള്ളക്കെട്ടിനെ തുടർന്ന് 3 പേർ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന 45-കാരൻ മരിച്ചു. കുറ്റിച്ചൽ സ്വദേശി ഷൈജുവാണ് മരിച്ചത്. കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരണം. സന്തോഷ് വർക്കിക്ക് പാലാരിവട്ടം പോലീസിന്റെ താക്കീത്. നടപടി സിനിമാ റിവ്യൂവിന്റെ പേരിൽ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ. കണ്ണൂർ കൂത്തുപറമ്പ് പുതിയാണ്ടി ഫാത്തിമ നിര്യാതയായി. അന്തരിച്ചത് പാനൂർ നഗരസഭാ കൌൺസിലർ സീനത്തിന്റെ മാതാവ്. കണ്ണൂരിൽ കോൺഗ്രസ് നേതാവ് ബൈജു കൂരാറയുടെ 16ാം ചരമവാർഷികം ആചരിച്ചു. KSU പെരിങ്ങളം ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു ബൈജു. തൃശൂർ കാഞ്ഞാടിയിൽ മരിച്ച ബംഗാൾ സ്വദേശിയുടെ കുടുംബത്തിന് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ സഹായഹസ്തം. ബ്രഹ്മപുരി സ്വദേശി ശരത്തിന്റെ കുടുംബത്തിനാണ് മണലൂർ പഞ്ചായത്ത് 6ാം വാർഡ് അംഗം ടോണി അത്താണിക്കലിന്റെ നേതൃത്വത്തിൽ സഹായം നൽകിയത്. ശുചീകരണ പ്രവൃത്തി അടക്കം ചെയ്തിരുന്ന ശരത്ത് നാട്ടുകാർക്ക് പ്രിയങ്കരനായിരുന്നു. കണ്ണൂർ കടവത്തൂരിൽ സൗജന്യ ഓർത്തോപീഡിയാട്രിക് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് മൈത്രി സ്പെഷ്യൽ സ്കൂളിന്റെയും ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ. മമ്മൂട്ടി, സുരേഷ് ഗോപി, ഫഹദ് ചിത്രം 2025 ചിത്രീകരണം നീട്ടിവെച്ചത് താരങ്ങളുടെ ഒന്നിച്ചുള്ള ഡേറ്റ് കിട്ടാത്തതുമൂലം. ആലപ്പുഴ നൂറനാട് പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പരബ്രഹ്മ വിദ്യാ ജ്യോതി പുരസ്കാരം നടത്തി. പുരസ്കാര വിതരണം MS അരുൺകുമാർ നിർവഹിച്ചു. എഴുത്തുകാരൻ C റഹീം മുഖ്യാതിഥിയായ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. തിരുവനന്തപുരം തൂങ്ങാമ്പാറ ഇക്കോ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ചടങ്ങിൽ IB സതീഷ് MLA അധ്യക്ഷനായിരുന്നു. തേന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ ചെലവ് 99.99 ലക്ഷം രൂപ.
തിരുവനന്തപുരം വെമ്പായത്ത് മന്ത്രവാദത്തിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം, പ്രതി അറസ്റ്റിൽ. വട്ടപ്പാറ മാതുശ്ശേരി വീട്ടിൽ സുരേന്ദ്രനാണ് അറസ്റ്റിലായത്. പിടികൂടിയത് ഡാൻസ് ഓഫ് ടീമും വട്ടപ്പാറ പോലീസും ചേർന്ന്. പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 200 ഗ്രാം കഞ്ചാവും 2.06 ഗ്രാം MDMA യും.